ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലെ സ്വാഗതമാണ്. ഇത് കൊടകിലെ ഒരു ദിവസം ചന്തയ്ക്ക് പോയപ്പോഴാണ് ഈ വീഡിയോസ് എടുത്ത് അന്ന് രാവിലെ റെഡിയായിട്ട് ഞാൻ അവിടെ ഞങ്ങളുടെ ഒരു ഏരിയയിലിരുന്നതാണ്. പിന്നെ ഓട്ടോയിൽ കയറി പോയോണ്ടിരിക്കുവാണ്. ആളെല്ലാം ഉണ്ട്. പിന്നെ അവിടെ മാർക്കറ്റിൻ്റെ അടുത്ത് എത്തി. അതവിടെ ഇങ്ങനെ ഫ്രൂട്ട്സ് എല്ലാം കാണുന്നുണ്ട്. നല്ല രസമല്ല ഇതെല്ലാം കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായ. ഇവിടെ അങ്ങനെ ഒന്നും കാണുന്നതല്ല. അങ്ങനെ അവിടെ പോയാൽ ഇങ്ങനത്തെ ഇതെല്ലാം കാണാൻ പറ്റും. അങ്ങനെ ഒരേ പിന്നെ ഡ്രസ്സിൻ്റെ ഇതെല്ലാം ഉണ്ട്. ഡ്രസ്സ് കണ്ട് ചെറിയ കുട്ടികൾ. പിന്നെ എന്താ ചെരുപ്പ്, ഇതെല്ലാം കുറച്ച് കുറവാണ് ഉണ്ടാവും. ചെറുപ്പിനെല്ലാം അങ്ങനെ ഇങ്ങനത്തെ ചെരുപ്പ് ഡെയിലി യൂസ് ആക്കുന്ന വീട്ടിൻ്റെ അടുത്തെല്ലാം നല്ലതും ഉണ്ടാവും. 200 ഇങ്ങനെയെല്ലാം. പിന്നെ അതെല്ലാം കണ്ടു. പിന്നെ ഫ്രൂട്ട്സ് ഇങ്ങനെയെല്ലാം വെറൈറ്റി ആയിട്ട് വെച്ചിട്ടുണ്ടാവും. ഇത് കണ്ടു കുറേ. പിന്നെ തേങ്ങ ഇങ്ങനെയെല്ലാം വെച്ചിട്ട് ഇത് കൈക്ക് ഗ്ലൗസ് ഇങ്ങനത്തേതാണ് എല്ലാം കണ്ടതോടെ തേങ്ങ ഇങ്ങനെ വെച്ച്. പിന്നെ ഇത് പറയാമല്ലോ, എന്ത് വിളക്ക് പറയാമല്ലേ, ദീപാവലിക്കെല്ലാം വെക്കുന്ന അങ്ങനത്തെ. പിന്നെ ഇവിടെ ലക്ഷദീപമാകുമ്പോൾ വിളക്കൊക്കെ അങ്ങനത്തെ ഇത് മണ്ണിൻ്റെ വിളക്കാണ്. അതെല്ലാം കണ്ടു. പിന്നെ ഗ്രോസറീസ് കടല മുമ്പേ ഇങ്ങനെ. പിന്നെ അത് തക്കാളി ഇങ്ങനെ വെച്ച്. പിന്നെ ഇവിടെ പച്ചക്കറി എത്ര ഫ്രഷ് ആയിട്ടുണ്ട് നോക്കി. അതുപോലെ ഡ്രസ്സുകൾ അതാ ഇങ്ങോട്ട് നോക്കിയാൽ ഒരു ഡ്രസ്സുകൾ തന്നെ കാണും. ഇത് കാണാൻ നല്ല ഭംഗി. പിന്നെ ചെറിയ ഗ്രോസറീസ് ഉണ്ട്. മുളക് അങ്ങനത്തെ പാത്രങ്ങൾ, അങ്ങനത്തെ എല്ലാം പ്ലേറ്റ് വേണോ അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ കുപ്പിവള, ഇതോടെ പിന്നെ പ്ലാസ്റ്റിക് ഐറ്റംസ് നമുക്ക് വേണ്ടി സാധനങ്ങൾ വെക്കുന്നത്. പിന്നെ എനിക്ക് മലയാളത്തിൽ എന്ത് പറയാൻ എനിക്കറിയില്ല. കന്നഡത്തിൽ മൊറ എന്നാണ് പറയും. പിന്നെ ബാമ്പൂന്ന് ഉണ്ടാക്കിയത് മുളയിന് അതാ. പിന്നെ തക്കാളി, ഉണക്കമീൻ നോക്കി എത്രയുണ്ട്. ഇതെല്ലാം ഫുൾ ഉണക്കമീൻ ഏരിയ. പിന്നെ ഇത് നോക്കി എത്ര പൊട്ടിക്കാൻ നോക്കി എന്ത് ഫ്രഷ് ആയിട്ടുണ്ടെന്ന്. ഇതോടെ തക്കാളിയാണ്. നമുക്ക് ഇഷ്ടം വന്നപ്പോൾ നമുക്ക് പെറുക്കാം. അങ്ങനത്തെ തക്കാളി. ഇതാ വിളക്ക് ഞാൻ പറഞ്ഞല്ലേ, ദീപാവലി വെക്കണം. അങ്ങനത്തെ ഇത് വേറെ ഒരു ഷോപ്പാണ്. എല്ലാം വേറെ വെച്ചേക്ക് കാണാൻ നല്ല ഭംഗിയല്ലേ. എന്താ പിന്നെ എണ്ണയിൽ കറിഞ്ഞ തിണ്ടിങ്ങൾ ഞങ്ങളിവിടെ ഇതെല്ലാം ആക്കുന്നത്. പഴംപൊരി അങ്ങനത്തെ തന്നെ. മുളക് ബജി, ഉണ്ട ബജി എന്തെല്ലാം ഉണ്ട്. പിന്നെ ഒരു ഡ്രസ്സ് കാണുന്നില്ലേ, ഇത് 500 രൂപയാണ്. നോക്കി എത്ര നല്ല രസമുണ്ടല്ലേ. ഇത് അത്രയും ഉണ്ടാവില്ല എന്താ. പിന്നെ ഇതെല്ലാം നമ്മൾ മേക്കപ്പ് ഐറ്റം, മാല, റിങ്, അത് ഇത്, പിന്നെ ലിപ്സ്റ്റിക്ക് ഇങ്ങനത്തെ ഇതെല്ലാം ഉണ്ട്. അത് ഇതെല്ലാം ഒരേ ഷോപ്പ്. പിന്നെ ഈ പ്ലാസ്റ്റിക് ഐറ്റം ഇതെല്ലാം 10 രൂപയാണ്. സോപ്പ് ബോക്സ് ഇങ്ങനത്തെ ഇതെല്ലാം നോക്കി രസമുണ്ടല്ലേ. പിന്നെ ഇങ്ങനെ മുളക്, പിന്നെ എണ്ണ, സോപ്പ്, മുത്താരി ഇങ്ങനത്തെ ഇതെല്ലാം ഉണ്ടാവും. തേങ്ങ വേറെ വെറൈറ്റീസ് ഉണ്ട്. തേങ്ങ വേറെ ആക്കി വെച്ച്. ഇത് പിന്നെ എണ്ണയിൽ കറിഞ്ഞ തിണ്ടയാണ്. പിന്നെ പൊട്ടി ഇങ്ങനത്തെ എല്ലാം ഉണ്ട്. നല്ല ഫ്രഷായ പച്ചക്കറിന് അതെല്ലാം നല്ലോണം എത്ര ഫ്രഷുണ്ട്, എത്ര വെറൈറ്റീസ് പച്ചക്കറിയുണ്ട്. പൊരിൻ്റെ അടുത്തെല്ലാം എണ്ണയിൽ ഇതാക്കി ബജ്ജിങ്ങൾ, അത് ഇത് മിക്സ്ചർ ഇങ്ങനെല്ലാം ഉണ്ട്. കുറേ കൊടുപള്ളി ഇങ്ങനെല്ലാം പറയും നിങ്ങൾ. ഇതെല്ലാം ഉണ്ട്. പിന്നീട് കറുമ്പ് പാലാണ് എനിക്കിഷ്ടമായ. നല്ല അയ്യാനുള്ള ഒരു അംശം ഇതുണ്ടല്ലേ. അപ്പം അത് എടുത്ത് അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ അവിടെ നഴ്സറി. ഇത് നല്ല ഉണ്ടല്ലോ പൂണ്ട് ചെടികൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കാണുമ്പോൾ. അങ്ങനെ എല്ലാത്തിൻ്റെ ഒരു വീഡിയോസ് എടുത്ത് നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കണം. കുറേ പൂണ്ടച്ചെടിയുണ്ട്. പിന്നെ ഇടയ്ക്ക് നടുവിലെല്ലാം എൻ്റെ മോളെ വായിസിൻ്റെ ആരും ഇതാക്കല്ലേ, വിഷമിക്കല്ലേ. എൻ്റെ മോൾ എൻ്റെ അടുത്തുണ്ടാവും. അങ്ങനെ ആയിക്കൊണ്ട് പൂണ്ടച്ചെടികളൊക്കെ എന്ത് നല്ലതുണ്ട് അല്ലേ, കാണാൻ നല്ല രസമല്ലേ. അതിൻ്റെ അടുത്ത് കുറച്ച് ഞാൻ സെൽഫി എല്ലാം എടുത്തേക്ക്, വീഡിയോസ് എടുത്തേക്ക്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. പിന്നെ ഓട്ടോയിൽ പോകാനായിട്ട് കയറാൻ നോക്കുവാണ്. കുറേ ഓട്ടോസ് ഉണ്ട്. പ്ലീസ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്.